കൈ കൊണ്ട് കോപ്പറേറ്റ് ഒന്നും കാണിച്ച് നിൽക്കണല്ലോ ഗൈസ്. ഇന്നലെ കല്യാണത്തിന്റെ തലൂസായിരുന്നല്ലോ. അപ്പൊ തലൂസം ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്ന് ഇപ്പൊ തന്നെ എനിക്കുള്ളൂ ഗൈസ്. അതുകൊണ്ടാണ് എന്റെ മുഖം ഇങ്ങനെ. അന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടില്ലാന്ന്. പുറത്ത് എന്തെങ്കിലും കുത്തി കുറിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റണ പോലെ മൈലാഞ്ചി ഇട്ട്. പിന്നെ ഞാൻ സത്യം മനസ്സിലാക്കിയത് ഗൈസ്. അപ്പോഴത്തേക്ക് 3 മണിയായിട്ടുണ്ട്. പിന്നെ 7 മണിയാകുമ്പോൾ പിന്നെ എനിക്കണം. വേറെ ഒന്നല്ല, മുല്ലപ്പൂ വാങ്ങിക്കാൻ വേണ്ടി പൂക്കടയിലൊക്കെ പോകണം ഗൈസ്. അങ്ങനെ ഞാൻ ഇച്ചൂസിനെ വിളിച്ച് ഉറക്കത്തിൽ നിന്ന് ഏൽപ്പിച്ചിട്ട് നേരെ മുല്ലപ്പൂ വാങ്ങിക്കാൻ വേണ്ടി. അവിടെ എത്തിയപ്പോൾ ഞാൻ മുല്ലപ്പൂവിനെക്കാട്ടിയും കൂടുതൽ നോക്കിയത് റോസാപ്പൂവാണ്. എന്താണെന്നറിയില്ല, പണ്ട് തൊട്ടേ റോസാപ്പൂ കാണുമ്പോൾ എനിക്ക് എന്തൊരു പ്രത്യേകതയാണ് ഗൈസ്. ഞാൻ വിചാരിച്ച വയസ്സൊന്നും മുല്ലപ്പൂവിനായിട്ടുണ്ടായില്ല. 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒരു മുഴത്തിന്. ഞാനൊരു 6-7 മുഴം അങ്ങോട്ട് മേടിച്ചു. ഒന്നിനൊരു കുറവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഗൈസ് ഞാൻ ഇട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. പിന്നെ മുടിയൊക്കെ ഞാൻ കെട്ടണേലും വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആയിട്ടാണ് കിട്ടിയത്. എപ്പോഴും ഒരേപോലെ കെട്ടിയിട്ട് കാര്യമില്ല, ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ. എന്റെ ഫുൾ ക്രെഡിറ്റ് നിച്ചൂസിനാണ്. അവളാണ് കാലത്ത് തന്നെ വന്ന് മുടിയൊക്കെ കെട്ടി തന്നത്. മുല്ലപ്പൂ ഞാൻ പിന്നെ ഫ്രണ്ടിലേക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, ബാക്കിലേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി പെണ്ണിന്റെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഉമ്മയെ വയലിട്ടുണ്ടായിരുന്നു. ഡ്രസ് കോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടും വയലിട്ടിട്ടത്. അവിടെ ചെന്നപ്പോൾ ഫസീൽ തെളിയിന് ഓൾമോസ്റ്റ് ഇതേപോലത്തെ കളർ. ബസ്സിൽ വാട്ട് വെച്ചപ്പോൾ പിന്നെ ഉമ്മ കടങ്ങിരിക്കാൻ പറ്റുണ്ടായില്ല. ഹാളിലെത്തിയപ്പോൾ ചെക്കൻ്റെ കൂടെ ഇരിക്കുന്ന ആളെ എന്നെ കണ്ടിരിക്കും ചിരി വന്ന് ഗൈസ്. ആളെ എന്റെ ടെൻഷൻ കണ്ടാത്തൊന്നും ആളെ എന്റെ കല്യാണമാണ്. നമ്മ അത് ടെൻഷനിലാണ് ആളെ ഇരിക്കുന്നത്. എല്ലായിടത്തുള്ള പോലെ തന്നെ ചെക്കൻ വന്ന് കുറച്ച് നേരം പോസ്റ്റ് അടിച്ചിരിക്കണമല്ലോ. അതായിട്ടാണല്ലോ പെണ്ണ് വരാം. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും പെണ്ണിന് വേണ്ടി കാത്തിരിക്കാം. അവിടെ എത്തിയപ്പോൾ വേറൊരു സത്യം നമുക്ക് മനസ്സിലായത് ഡ്രസ് കോഡില്ലാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇട്ട് വന്നപ്പോൾ എല്ലാവരും ഒരേപോലത്തെ കളറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളെ പെണ്ണെത്തിയിട്ടുണ്ട്. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ പെണ്ണിന് ഇങ്ങനെ കൊണ്ടുവരുന്നു. പെണ്ണിയൊക്കെ എനിക്ക് ടാറ്റ് എടുക്കുന്നു, ചെക്കൻ പെണ്ണിന് ടാറ്റ് എടുക്കുന്നു. അതൊക്കെ തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറിയപ്പോൾ ഉമ്മ ഡാൻസ് കളിക്കുന്നത്. അത് വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ എന്നെ തല്ലാൻ കഴിയുകയാണ് ഗൈസ്. ആ കണ്ടത് ഉമ്മാദ്യ ഒറ്റക്കാർന്ന്. പിന്നെ ഉമ്മാരുടെ ഡാൻസ് സെന്റർ എല്ലാവരും കൂടി അവരെല്ലാവരും ഒരൊറ്റ വൈബിൽ നിന്ന് ഒരേ ഡാൻസ് ആയിരുന്നു ഗൈസ്. ഇതിപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റിസപ്ഷൻ ആണ്. അവിടെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ ഓഡിറ്റോറിയത്തിൽ പോകാൻ. അവിടുത്തെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഈ ഒരു റെഡ് ചുരിദാറിന് ഇട്ടിരുന്നത്. ഉമ്മ ചേഞ്ച് ഒന്നും ചെയ്തില്ല. ഉമ്മക്ക് അതിനെ മതി ഉമ്മ അതിട്ട്. കല്യാണ പെണ്ണ് ഞാൻ ഓൾമോസ്റ്റ് സിമിലർ കളറായിരുന്നു. എന്ത് ചെയ്യാനാ ഗൈസ്. 2-3 ദിവസമായിട്ട് ഉറക്കം ശരിയാവാത്തോണ്ടാണ് തോന്നുന്നത് നല്ല തലവേദന. അപ്പം ഞാൻ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഈ ബട്ടൂര സംഭവം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ അതുകൊണ്ട് 3 എണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പ്രോഗ്രാമൊക്കെ ഓൾമോസ്റ്റ് തീരാറായി. തിരിച്ച് വണ്ടി കയറി ഇനി ഫാദ് കട വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള